സാരല്ല കേട്ടോ. മന്തിയൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കാ. യാമിക്കുട്ടി ഇത് ഇടക്കിടക്ക് ഇതൊന്നുണ്ട് പറിച്ചിടും. യാമിക്കുട്ടി എങ്ങട്ടാ? വലിയ ജാടയിലൊക്കെ പോണുണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞ. ഇന്ന് യാമിക്കുട്ടിക്ക് വാക്സിൻ എടുക്കാൻ പോകട്ടോ. 1.5 വയസ്സിന്റെ വാക്സിൻ. അടുത്ത മാസം നമുക്ക് 2 വയസ്സാവേ. ഈ 1.5 വയസ്സിന്റെ വാക്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടും വാക്സിൻ എടുക്കാൻ പോകാനൊരു മടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കാൻ സൂചി വെക്കാനായിട്ട് കൊണ്ടുപോകല്ലോ, ഒരു സൂക്കടും ഇല്ലാതെ. പിന്നെ വന്നു കഴിഞ്ഞാൽ പനി ഉണ്ടാകും അങ്ങനെയൊക്കെ കേട്ടിട്ട് ഒക്കെ ഒരു അതിങ്ങനെ പിന്നാക്കം വലിച്ചിട്ട് ഇനി വലിക്കാൻ സമയത്ത് 2 വയസ്സാവാനായില്ലേ, വലിക്കാവുന്നിടത്തോളം വലിച്ചിരിക്കണം. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാ. എല്ലാ വാക്സിനും എടുത്തിട്ടുണ്ടോ? 1.5 വയസ്സിന്റെ വാക്സിൻ ഡോക്ടറെ അടുത്തേക്ക. ഡോക്ടർ എന്താ കാട്ടുക? സൂചി വെക്കും, പരിശോധിക്കാ. കാണിച്ചെടുത്തിക്കണേ. എല്ലാ വാക്സിൻ വെച്ചപ്പോഴും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഓളെപ്പോഴും ഹാപ്പി ഗേളായിട്ടാക്കാൻ. ഇപ്രാവശ്യം എങ്ങനെയെന്ന് അറിയില്ല. വന്നിട്ട് കാണാം നമുക്ക് പനി ഉണ്ടോ, വേദന ഉണ്ടോ, ബേജാറുണ്ടോ എന്നൊക്കെ. കഴിഞ്ഞ ലാസ്റ്റ് പോളിയോ വെക്കാൻ ഷെഫ് മോണി ഞാനും കൂടി പോയതില്ലേ. എന്നിട്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി. ഞങ്ങൾക്ക് മന്തിയാണ് കേട്ടോ. മന്തിയുടെ പകുതി പരിപാടി ഞങ്ങളവിടെ കഴിച്ചു വെച്ചിരിക്കണേ. ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഞാനും ഒറ്റയ്ക്ക് കരി ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ നോക്കുക. ഇതാ ഞങ്ങളെ ഡിസ്പെൻസറി എത്തിട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടാട്ടോ വെച്ച് നല്ലൊരു എമൗണ്ട് ആവും ചെയ്തു. 4000-5000 ആവും ചെയ്തു. ഇവിടെ ഫ്രീ ആയിട്ട് നല്ല മരുന്നും കിട്ടും. ഇത്രയും അന്ന് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ചെറിയ കുട്ടിണ്ടായപ്പോ ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ശ്രദ്ധയിലില്ല. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ യാമിക്കുട്ടിനെ ഒക്കത്ത് വെച്ചിട്ടല്ലേ നമ്മൾ കൊണ്ടുവരുള്ളൂ. ഇപ്രാവശ്യം നടക്കാനായിട്ടില്ല. നടക്കാനായി. ടോക്കണൊക്കെ കിട്ടി. കുട്ടികളെ കാണുമ്പോ കാണിച്ചാണ് ബേബി കോളേജാരോ ഓൾക്ക് ഭയങ്കര പ്രായമായിക്കണോ മനസ്സിലായിട്ടില്ല. എന്നാ എന്തോ ഒന്ന് ചെറുതായിട്ട് ചെറിയ മനസ്സിലായാലും മനസ്സിലാവും ചെയ്ത് നോക്കണു. അത് കുടിച്ചോട്ടാ. കഴിഞ്ഞു. ഈ കുത്തി വെച്ച ഭാഗം തൊടരുത്, വെള്ളമൊന്നും പിടിക്കണ്ട. പിന്നെ ട്രൗസർ അല്ലെങ്കിൽ പാൻറ് ഇട്ട് നടത്തുക 2 ദിവസം കേട്ടോ. ഇത് രാത്രിയൊക്കെ വരുന്നുണ്ട്. കാലൊന്ന് നടക്കാനായിരിക്കുക കേട്ടോ. കുത്തുമ്പോ എന്തായാലും വേദന ഉണ്ടോ? സൂചിയല്ലേ? അല്ല, മറ്റേതിനെക്കാട്ടിലും വേദന ആഴത്തിൽ കൊടുക്കുന്നതല്ലേ. മറ്റേതൊക്കെ പകുതി കുറച്ചല്ലേ എടുക്കുള്ളൂ. ഇത് ആഴത്തിൽ കൊടുക്കുന്നതാണ്. ഭാവിയിലേക്ക് ദോഷം ചെയ്യാതിരിക്കാനാണ് കേട്ടോ. നമുക്ക് പോകുമ്പോ ചോക്ലേറ്റ് ഒക്കെ വെച്ചു തരാം കേട്ടോ. പാല് കുടിച്ചാ. ഇന്ന് ഞങ്ങൾ വാക്സിന്റെ ആണ് പറഞ്ഞ കവളൊക്കെ റൂഷിട്ട പോലെ ചോദിക്കണ്. നോക്കിയൊക്കെ റൂഷിട്ട പോലെ ചോദിക്ക. സംഗതി ഇപ്പൊ ഇത് നമ്മള് കുട്ടികളെ കൊണ്ടുവന്ന് കുത്തുമ്പോ നമുക്ക് കാണുമ്പോഴൊക്കെ വിഷമിക്കണം. പക്ഷെ ഇത് കുത്താതിരിക്കാനായിട്ട് പറ്റൂല. ഇല്ലാട്ടാ, ഇല്ല ചുണ്ടൊക്കെ എന്താ സാറിന് കഴിഞ്ഞു കൂടെ കേട്ടോ. ഗുഡാ അതോ നോട്ട് ഗുഡാ? നോട്ട് ഗുഡ്. എന്താ യാമി അത്? നാളെട്ടോ ക്രിസ്മസ്. സുലും നബിലുട്ടിയും കുഞ്ഞുമോളും ഇന്നുമോളും എല്ലാവരും കൂടിയിട്ട് ജാസ്മിൻകുട്ടിയൊക്കെ ഉണ്ട്. ഓലൊക്കെ കൂടിയിട്ട് കൊച്ചിക്കൊക്കെ പോകാൻ കേട്ടോ. ഞാൻ പിന്നെ യാമിക്കുട്ടിയൊക്കെ ഉള്ള കാരണം പിൻവാങ്ങി. ഓലൊക്കെ പിന്നെ സ്കൂൾ കൂട്ടി എൻജോയ്മെൻറ്റിലാണല്ലോ. നമുക്ക് പിന്നെ അതൊന്നുമില്ലല്ലോ. എപ്പോഴും വെക്കേഷനാണ്. ഇനി ആ സമയമൊക്കെ വരാൻ പോകണുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ അമ്മമാർക്കും ഇപ്പോൾ പരീക്ഷ തിരക്കും ഒക്കെ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആക്കാരില്ലേ. മിക്ക കുട്ടികളും പരീക്ഷയുടെ തലേന്ന് ഇരുന്നിട്ടാക്കാരും പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ തിരക്കാക്കാരി. എനിക്കതൊക്കെ ആലോചിക്കണേൻ്റെ ഇടങ്ങാറാട്ടോ. ഞാൻ വിചാരിക്കും
ആദ്യം മുതലേ നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ വലിയ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ +2 ഒക്കെ ആകുമ്പോൾ അപ്പോഴൊക്കെയാണല്ലോ ട്യൂഷൻ കൊടുക്കുക. അപ്പോഴല്ലാതെ തന്നെ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ട്യൂഷനായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് പഠിയും. കുട്ടികൾക്ക് പിന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് സുഖമായല്ലോ. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ട്യൂഷൻ കേട്ടോ, നമ്മളെ ഇൻ്റർവെല്ല് പോലെ. എന്നാലും പലർക്കുള്ള ടെൻഷൻ തന്നെയൊക്കെ കേട്ടോ, ഈ ഇൻഡിവിജ്വൽ ട്യൂഷനൊക്കെ നല്ലതാണോ, നല്ല റിസൾട്ട് കിട്ടുമോ, പിന്നെ നല്ല ഫീസ് അല്ലേ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇൻ്റർവെല്ലിൽ ഉണ്ടല്ലോ ഈ ഡിസംബർ 31 വരെ അവരുടെ എല്ലാ കോഴ്സിനും up to 40% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. എന്തായാലും ഈ സമയത്തൊന്ന് കുട്ടികളെ വെച്ചത് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പം നെബിലോട്ടിക്കൊന്നും കുട്ടികളുടെ പഠിത്തത്തിനെ കുറിച്ചിട്ട് യാതൊരു ടെൻഷനും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇന്റർവെല്ലിന്റെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യണതുകൊണ്ട്. ഹസൂട്ടന്റെ ഇന്റർവെൽ ക്ലാസ് ആണ് കേട്ടോ. ഓൻ ഇന്റർവെല്ലിന്റെ സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സ് ആണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത്. ഓനക്ക് മാത്രമായിട്ട് ഒരു ടീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഡൗട്ട്സ് ഒന്നും ചോദിക്കാനൊരു മടി ഉണ്ടാവില്ല. മാത്രമല്ല ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞിട്ട് അത് മോനക്ക് മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നെക്സ്റ്റ് പോർഷൻ ടീച്ചർ എടുക്കുകയുള്ളൂ. സ്കൂളിലും പുറത്ത് ട്യൂഷൻ സെന്ററിലും ഒക്കെ 30-40 കുട്ടികളാക്കാറ്. അപ്പോൾ ഈ ഒരു ടീച്ചർ എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് നോക്കൽ നടക്കൂലല്ലോ, ഒരു പ്രോപ്പർ അറ്റൻഷൻ കിട്ടൂല. പാരലലി 1-to-1 ട്യൂഷൻ കൊടുത്താൽ നല്ല ഇമ്പ്രൂവ്മെന്റ് സ്റ്റഡീസിൽ ഉണ്ടാവുള്ളൂ. മോന്റെ ക്ലാസ് റൂം കോഴ്സിൽ സ്കൂളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, ടെർമിനൽ ആൻഡ് ചാപ്റ്റർ വൈസ് എക്സാംസ്, ഓരോ ടേം എക്സാം കഴിയുമ്പോഴും ഓൺലൈൻ ആയിട്ട് പാരന്റ്സ് മീറ്റിംഗും കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്റ്റഡീസിന്റെ പ്രോഗ്രസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഇത് ഓൺലൈൻ ട്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൺവീനിയന്റ് ടൈമിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. ഇന്റർവെല്ലിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഏത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ നമ്മുടെ മക്കളുടെ അക്കാദമിക് ലെവൽ, ഏതെങ്കിലും സബ്ജക്റ്റിൽ അവർക്ക് ബേസിക്സ് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ പ്രോപ്പർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മക്കൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും അവർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. കുട്ടികൾക്ക് ബേസിക് ഇഷ്യൂസ് ആണെങ്കിൽ, അതായത് റീഡിങ്, റൈറ്റിംഗ്, ഒരു ക്ലാസ്സിൽ കുട്ടി അറിഞ്ഞിരിക്കേണ്ട സബ്ജക്ട് വൈസ് ബേസിക്സ്, ഇത്തരം ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന്റെ ബേസിക്സ് വെറും 30-40 ഡേയ്സിനുള്ളിൽ ക്ലിയർ ചെയ്തെടുക്കും. അങ്ങനെ ബേസിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ സ്റ്റഡീസിൽ കുറച്ച് പുറകോട്ടായിട്ട് നിൽക്കുന്നത്. ഹസൂട്ടിന് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് റൂം കോഴ്സും ഫൗണ്ടേഷൻ കോഴ്സും എല്ലാം KG to +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ സിലബസിലും CBSE, സ്റ്റേറ്റ്, ICIC, അതുപോലെ എല്ലാ സബ്ജക്റ്റിലും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർവെല്ലിന്റെ ഈ ഒരു ട്യൂഷൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇന്ത്യ, GCC തുടങ്ങിയ എല്ലാ കൺട്രീസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് വിത്ത് വെൽ ആൻഡ് ക്വാളിഫൈഡ് ടീച്ചേഴ്സിന്റെ കൂടെയുള്ള ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ ആ റിസൾട്ട് മക്കളിൽ എന്തായാലും കാണാൻ പറ്റും. എക്സാം ടൈം ഒക്കെ ആകുമ്പോൾ എക്സാം ഓറിയന്റഡ് ക്രാഷ് കോഴ്സും അങ്ങനെ ഒട്ടനവധി കോഴ്സസ് ഇന്റർവെല്ലിൽ ഓൺലൈൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എക്സാമിനൊക്കെ ഇന്റർവെൽ ക്ലാസ്സിലൂടെ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എക്സാം ടെൻഷൻ ഫ്രീ ആയിട്ടാണ് അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എക്സാം ആവാൻ വെയിറ്റ് ചെയ്താൽ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഇത്രയും നല്ല ക്വാളിറ്റി ക്ലാസ്സസ് ഈ ഡിസംബർ 31 വരെ up to 40% കുറഞ്ഞ ഫീസോട് കൂടിയിട്ടാണ് ഇന്റർവെല്ലിൽ മക്കൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡിസംബർ 31 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം, പക്ഷേ ഇത്രയും വിലക്കുറവിൽ അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്റർവെല്ലുമായി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ കൊടുക്കട്ടോ. ഇനി അവരോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാക്കി ഡൗട്ടുകളൊക്കെ ചോദിച്ചറിഞ്ഞോളിയും. ആദ്യം ഒരു അസസ്മെന്റ് ടെസ്റ്റ് ആയിരിക്കും. നമ്മളെ കുട്ടികൾക്ക് എത്രമാത്രം ഏത് കോഴ്സാണ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കോഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല അതിന് ശരിക്കും ഒരു റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും മറക്കണ്ട, ഈ ഡിസംബർ 31 വരെ 40% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് അവർ എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ വേഗം കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഈ വേഗം യാമിക്കുട്ടി ഗുളിക കൊടുക്കാനും പരിപാടികളൊക്കെ ഉണ്ടാക്കും നോക്കട്ടെ. യാമിയെ ഡ്രസ്സൊക്കെ മാറ്റാം നമുക്ക്. ഗുളിക കുടിക്കാ. അയ്യോ ക്യാമറ ഒക്കെ ഇരിക്കുന്നത്. ഇന്ന് ഞാന് യാമിക്കുട്ടിന്റെ നഴ്സാണ്. എങ്ങനെ കുടിക്കുക? പായസം കുടിക്കുക. അപ്പൊ നമ്മളെ ഒറ്റയാൾ പ്രയോഗം നടക്കൂല. കുട്ടിക്ക് വെള്ളം കൊടുത്താ കഴിക്കുന്നുണ്ടോ? വെള്ളം കുടിച്ചോട്ടോ. നിങ്ങൾ ഒക്കെ സെറ്റായി വരുമ്പോഴത്തേന് നമ്മളെ മന്തി റെഡി ആക്കിയിട്ട് തരും. യാമിക്കുട്ടിക്ക് ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടി കൊടുക്കണം കേട്ടോ. ഞങ്ങൾ യാമിക്കുട്ടി ഒരേ ഡ്രസ്സ് ആയിട്ടിരിക്കുന്നു. വരി കാണിച്ചെടുക്കുക, നമ്മൾ ഒരേ ഡ്രസ്സ് കാണിച്ചെടുക്ക്. പാൻറ് ഇട്ട് എടുക്കണം പറഞ്ഞിട്ട് അമ്മ അത് അപ്പം ചെയ്യാൻ കേട്ടാ. ഒരു കൊറിയർ വന്നിട്ടുണ്ട്, എനിക്ക് തുറന്നു. അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ ഓക്കെടി. യാമി ഇതെന്താ നോക്കിക്ക് ആണ് യാമിക്കുട്ടിയാണ് എപ്പോഴും കൊറിയർ പൊട്ടിക്കുക. കൊറിയർ വന്ന അപ്പോൾ എനിക്ക് തരും. പാൻറ് ഇട്ട് എടുത്തേക്കാണ് ഇതിന്റെ അടിയിൽ സൂചി വെച്ച കാരണം പൊടിയും കാറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. രസമുണ്ടോ? രസമുണ്ടല്ലേ? ഇത് ഞാൻ പുതിയ മാറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനൊരു പിങ്ക് ടച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താണ്. പക്ഷെ നമ്മൾ ആദ്യം മേടിച്ചതിനേക്കാൾ റേറ്റ് കുറച്ച് കുറവാണ്, 200 രൂപ കുറവാണ്. അതിന്റെ ഒരു ക്വാളിറ്റി കുറവ് ഇതിനുണ്ട്, കട്ടിക്കുറവുണ്ട്. അതുപോലെ ഇങ്ങനത്തെ വാട്ടർ അബ്സോർബന്റ് മാറ്റാണ് കേട്ടോ ഇവിടെ എല്ലാം എടുത്തിട്ട്. മറ്റേ നമ്മൾ സാധാരണ ആ പൊടി ഇത് വേണം, എനിക്ക് വേണം. സാധാരണ നമ്മുടെ ചവിട്ടികളിൽ എങ്ങനെ വെച്ചാൽ എന്തായാലും മണ്ണും പൊടിയൊക്കെ നിൽക്കും. പൊളി വെച്ചിട്ട് പാത്ത് പോയി കുത്തിരിക്കുക. ഈ പാവ
സുഖമായിട്ടിരിക്കണം. പോളിയോ വെച്ചിരിക്കണേ. പനി ഇല്ലെങ്കിലും പനി ഇല്ലാലമാരി അഭിനയിക്കണം. അപ്പൊ ഇത് വീടിന്റെ റെനോവേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ മാറ്റ് ആക്കാണ്, എങ്ങനെ സക്സസ് ആവുമെന്നുള്ളത്. സക്സസ് ആണ് കേട്ടോ. എങ്ങട്ട് ചുക്കി അത് ഗുളികയാണ്, ചോക്ലേറ്റ് അല്ലേ കേട്ടോ. ആമിക്കുട്ടിന്റെ ചോക്ലേറ്റ് ഇതാ. ചുക്കി ആ ഗുളിക കണ്ടിട്ടേ ഓൾക്കേ പപ്പക്ക് അതാ ചെടികളൊക്കെ ഇങ്ങനെ പറിച്ചിട്ടിരിക്കണ്. ഇതാ യാമിക്കുട്ടി ഇതാ ഇടക്കിടക്ക് ഇതൊന്നുണ്ട് പറിച്ചിട്ടോ. കുട്ടികളുണ്ടായ വീട് വൃത്തിയാവില്ല എന്ന് പറയില്ലേ, ഇതാ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇതായിക്ക മന്തിയൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. ഒന്നില് ചോറ്, ഒന്നില് ചിക്കൻ. ഞാനോളെ ഫസ്റ്റ് പോളിയോ എടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പോളിയോ വെക്കുന്ന ദിവസമൊക്കെ കുട്ടികൾക്ക് ഒരു വയ്യായികയും വാശിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അമ്മമാർ ഫ്രീ ആയിട്ട് കുട്ടികളെ പിന്നാലെ വേണം. പക്ഷേ അമ്മമാർക്കൊക്കെ വീട്ടിൽ വന്നാൽ 100 കൂട്ടം പണികളൊക്കെ. എന്നാലും എനിക്ക് ഇന്ന് അങ്ങനത്തെ ദിവസമാണ് കേട്ടോ. കാരണം ഇവിടെ വലിയ തിരക്കുകളും ആൾക്കാരും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ആൾക്കാരും തിരക്കൊക്കെ ഉള്ളവർക്ക് പറ്റുണ്ടാവില്ലല്ലോ. നമ്മളെ വീഡിയോ നമ്മൾ തന്നെ കാണാം. എന്നെ കാട് പോളിയോകൾ ഇതാ കിടക്കണം. ടിവിയിൽ ഫിഷുകളെ കണ്ടുകൊണ്ട് കിടക്ക. ഫിഷ മന്തിയാണ്. പക്ഷെ നമ്മള് കുറച്ച് ചെരിവ് കൂട്ടിട്ടുണ്ടാവില്ലേ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. പുറത്തുനിന്ന് കഴിക്കാതെ ഓല് വിചാരിക്കേ എന്തൊക്കെ മന്തി ഉണ്ടാക്കിയിട്ട് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണതല്ല. ഞങ്ങൾ വീടിന്റെ പുറത്തുനിന്ന് മുട്ടക്ക് കഴിക്കാനോ. ഞാൻ മുമ്പിലോടിയോ കുട്ടിക്ക് മന്തി വേണോ? കുട്ടിയുടെ ചോറാന്ന് വിചാരം. ഓളെ മുമ്പിക്ക് ഓളക്കാന്ന് വിചാരം. ആമിക്കുട്ടിയുടെ പ്ലേറ്റ് ചിക്കൻ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സിറ്റൗട്ടിൽ കേട്ടോ ഭക്ഷണം ലഞ്ചൊക്കെ കഴിക്കല്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇതുവരെ നമ്മൾ ബ്ലോഗിൽ ഇത് കാണിച്ചിട്ടില്ല. നല്ല വൈഫാണ് തിന്നാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇരിക്കും കൂട്ടാനും ചോറൊക്കെ എടുത്തിട്ട്. എന്തായാലും ഞങ്ങൾ മന്തി തിന്നിട്ട് പണ്ടൊക്കെ നമ്മൾ തറവാട്ടിലൊക്കെ ആകുമ്പോൾ അതേമാതിരി പുള്ളത്തിൻ്റെ പുള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അറിയാൻ എനിക്കറിയില്ല. പുള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും. ചിക്കൻ ഉണ്ടോ കുട്ടി കഴിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. കാക്ക കൊടുക്ക്, ആമിക്കുട്ടി കഴിക്ക്, ലെഗ് പീസ് കഴിക്ക്. രാമേണീറ്റോ വാവു മാറിയോ? വേദന പോയോ മമ്മിക്കുട്ടിന്റെ? നടന്ന നോക്കട്ടെ. നിങ്ങളോട് നീക്കാൻ അറിയാം. വെരി ഗുഡ്. ഇല്ല ഇപ്പൊ ശരിയായിക്കൂടെ കേട്ടോ. നമുക്ക് പന്തൊക്കെ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ശരിയാക്കണം. വെരി ഗുഡ് കേട്ടോ. ഒരു കുഴപ്പമില്ലേ കേട്ടോ. പേടിക്കണേ. കുഴപ്പമില്ലല്ലോ കേട്ടോ. ബോളൊക്കെ കളിക്കുമ്പോൾ ശരിയാവുക. അല്ല ഓക്കേ വെരി ഗുഡ്. അതാണ് തട്ടിക്ക. പനി വരുന്നുണ്ട്, ചൂടിങ്ങനെ വരുന്നുണ്ട്. വാടി പനിയൊക്കെ വന്നതിന്റെ സങ്കടത്തിന്റെ ഇത്താണ് യാമിക്കുട്ടി. ബോൾ കളിക്കാതെ ഇവിടെ കയറിയിരിക്കുക. സാരല്ല കേട്ടോ. പയറുപോലെ നടന്നു യാമിക്കുട്ടിയാണ്. ഇതാണ് സൂചിയൊക്കെ കൊണ്ടുപോകാൻ. കാരണം നമ്മൾ കേട്ടതുപോലെ
രോഗിയാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോലെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതേമാതിരി ഇങ്ങനെ പറയണ്ട, ഈ 3 സൂചിയൊക്കെ അല്ലെങ്കിൽ 2 സൂചിയൊക്കെ വെക്കണ ഒരൊറ്റ സൂചിയിൽ ഒതുക്കാൻ പറ്റുമോ? പല ട്രിക്കുകളും ഉണ്ടല്ലോ അപ്പോ. അപ്പൊ ഈ ഒരു മരുന്നൊക്കെ പാടെ ഒന്നിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒറ്റ സൂചി ഒതുക്കിയാൽ മതി. പക്ഷെ ഒറ്റ സൂചിയാണ് ഈ സൂചിക്ക് വേദന ഉണ്ടാവും, മറ്റേ 2 സൂചിക്കൊന്നും വേദന ഇപ്പൊ എനിക്കില്ല ഗുളിക കണ്ട് കുടിക്കുമ്പോൾ ശരിയാവും, സെറ്റാവും. ഇല്ല വേദന വരുന്നുണ്ട്. കാലിങ്ങനെ എങ്ങനെ ആട്ടിക്കോ. ഓക്കേ, ഇങ്ങനാട്ട്. ഓക്കേ, ഇങ്ങനെ ആട്ടിക്കോ. ഓക്കേ, വെരി ഗുഡ്. അതല്ല കേട്ടോ. അറിഞ്ഞോ ഒക്കെ ഒരു മയക്കാണ്. ചെറുതായിട്ട് ഇങ്ങനെ പനി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഗുളിക കൊടുക്കാൻ ഒരു അരമണിക്കൂറിന് കഴിഞ്ഞാൽ ഗുളിക കൊടുക്കാം. രാമിക്കുട്ടിക്ക് ബാവുമായി പറഞ്ഞ നിസ്കരിക്കാൻ പോണില്ലേ പപ്പൻ്റെ കൂടെ? രാമിക്കുട്ടി പോളിയോ വെച്ചാൽ നല്ല വേദന ഉണ്ടാവുന്നൊക്കെ കൊണ്ട് ഇതുവരെ അങ്ങനത്തെ പോളിയോ ഒക്കെ ഒന്നും കരച്ചിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇതിനോടൊക്കെ നല്ല വേദന ഉണ്ട് കാലിന്. മൂന്നിലൊരു ഭാഗമാണ്, ആ മൂന്നിലൊരു ഭാഗം തന്നെയാണ് ഇപ്പൊ. ഓ ആൺകുട്ടിയുടെ വാവ് മാറാനാണല്ലോ. ആ വെരി ഗുഡ്, നല്ല കുട്ടിയാണല്ലോ മാമിക്കുട്ടി. സൂപ്പറാ. ഓക്കേ, ഗുഡ് ഗുഡ് ഗുഡ്. നല്ല കുട്ടിയാണ് ആൺകുട്ടിയെ. മാമിക്കുട്ടിക്ക് അപ്പും ചായ ഉണ്ടാക്കി കേട്ടാ. മാമിക്കുട്ടിക്ക് തിന്നാൻ അപ്പൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ പപ്പ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു ദിവസമാണ്. പണ്ടൊക്കെ ഗൾഫിൽ പോണ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സങ്കടം ആഘോഷിക്കുകയെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമ്പനി സങ്കടം ആഘോഷിക്കുക അങ്ങനെ എന്ന പോലെ ഇതും ഒരു ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. വയ്യാത്ത കുട്ടികളിങ്ങനെ വേറൊരു ചുറ്റുപാടും ഇല്ലാതെ ഇത് ഇങ്ങനത്തെ വയ്യായി ആയതുകൊണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്കറിയാലോ. ഞാൻ ഇറങ്ങിയ തക്കത്തിൽ ഞാനൊന്ന് ഫ്രഷായി ഇക്ക പുറത്തു പോയിട്ടോ. ഇക്ക ഇങ്ങനെയാകുമ്പോൾ ഇക്കാൻ്റെ ഞാൻ പറയാറില്ലേ ആ മലയ്ക്ക് കൂട്ടോ. അവിടെ ഇക്കാടെ കൂട്ടുകാരും പഴയ ആൾക്കാരൊക്കെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് കാലിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ കാലിങ്ങനെ ഓളങ്ങോട്ട് ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോയി. അപ്പോൾ കാലനക്കാതെ വെച്ചിട്ടില്ല. അപ്പോൾ നീച്ചപ്പോൾ ഓൾക്ക് ഭയങ്കര വേദന എടുക്കുക തോന്നുന്നുണ്ട്. വേദനിച്ചിട്ടൊരു കരച്ചിൽ. പിന്നെ അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് തുണികൾ മടക്കാനുണ്ട്. ഈ ഗ്യാപ്പിൽ ഞാൻ മുകളിൽ പോയിട്ട് തുണികൾ എടുത്തിട്ട് വരട്ടെ. ബാണ്ടക്കെട്ടാക്കി വെച്ചിരിക്കുക അവിടെ. അതാ ഇഷ്ടം പോലെ തുണികളുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ അലമാരയിൽ ഇങ്ങനെ റോളായിട്ടാണ് കേട്ടോ മടക്കി വെക്കാറ്. അത് കുറേ ആൾക്കാർക്ക് അറിയാം, എന്നോട് ചോദിക്കലുണ്ട് എങ്ങനെയാണ് റോളാക്കി മടക്കുക കേട്ടോ. റോളാക്കി മടക്കാനൊന്നും ഒരു പണിയില്ല, ഇങ്ങനെ മടക്കുക. അതിപ്പോൾ എനിക്കിവിടെ മേശുണ്ട്, മേശന്ന് വെച്ചിട്ടാണ് ഞാൻ മടക്കുക കേട്ടോ. മേശൊന്നും ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഭാഗത ഇങ്ങോട്ടാക്കണേ, നമുക്കത് ഫിനിഷ് ചെയ്യും കേട്ടോ. വലിയൊരു ക്ലാസ് ഒന്നല്ല കേട്ടോ, എന്നാലും ചോദിക്കണ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇങ്ങനെ റോളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലമാരയിൽ നിന്ന് എടുക്കാനും സുഖമാണ്, വെക്കാനും ഒത്തിരി സ്പേസ് വേണ്ട. ഓൾറെഡി നമ്മൾ അലമാര വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ തുണികൾ മടക്കിയൊക്കെ നല്ല സുഖമാണ്. അല്ല ആകെ കുത്തിമറിട്ട് കിടക്കണമെങ്കിൽ പിന്നെ നമുക്ക് മടക്കാൻ തന്നെ ഒരു മടിയാക്കാര്. ഈ നേരത്തൊക്കെ ഇവിടെ യാമിക്കുട്ടി പറന്ന് നടക്കണ സമയക്കാര് കേട്ടോ. ഓളെ വണ്ടി ഓളെ ബോളും ഒക്കെ ഫ്രീ ആയിട്ടിരിക്കും. അവരൊക്കെ ഇപ്പം ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എവിടെ പോയി ഞങ്ങൾ ആള്. ഇങ്ങനെ എല്ലാവരും റോളാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒന്നുകൂടി നീറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇതൊക്കെ ഇക്കാൻ്റെ ഡ്രസ്സുകളാണ്. ഇതൊക്കെ ഇക്ക മടക്കും.
സുഖല്ലേ അമ്മക്ക്? പറയാ ആമിക്കുട്ടിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ വിചാരിക്കണ്ടാവും എന്ത് പറ്റി നമ്മളെ ആൾക്ക്. ആമിക്കുട്ടിയുടെ കാറും ഒക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുക. കാറും പന്തും എന്തായാലും 1.5 വയസ്സിന്റെ കുത്തിവെപ്പ് വലിയ കുഴപ്പമില്ല, ചെറിയൊരു സീനൊക്കെ ഉണ്ട് ആൾക്ക്. പക്ഷെ ഇങ്ങനെയല്ല, കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കൂലേ, വേദനിച്ചിട്ടേ. ഉഷാറായിക്കണോ? കൊറേ ഉഷാറായില്ലേ? ഹൈ പറഞ്ഞ എല്ലാരോടും കുഴപ്പമൊന്നുമില്ല പറ. സുഖാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ് പറ. ഞാൻ വൈകുന്നേരം ഫ്രഷായ നേരത്തെ എൻ്റെ ഈ ഒരു സുഖക്കട്ട മടക്കാനുള്ള തുണികളിലായിരുന്നു കേട്ടോ. രാത്രി ഞാൻ ഇങ്ങനത്തെ സുഖക്കട്ടകളാണ് ഇട്ടോട്ടാറ്. അപ്പൊ ഞാൻ വേഗം ഇട്ടിട്ട് വരാം. ഞാൻ വീട്ടിക്ക് അമ്മ അപ്പം ചായ തരട്ടാ. എല്ലാരോടും എൻ്റെ ഫേവറേറ്റ് അപ്പാണ് എന്ന് പറയാം. പൂക്കൊക്കെ നോക്കി നോക്കിയേക്ക്. ആമിക്കുട്ടിക്ക് സൂചി വെച്ചിരിക്കുകയാണ് എന്ന് പറയാം. നടക്കാൻ വയ്യ, അവൾക്ക് പേടിയാണ് വേദനിക്കുന്നുള്ള. ഇങ്ങനെ കിടക്കാനൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം. അമ്മമാർക്കും അതെ, കുട്ടികളെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ നല്ല ഇഷ്ടമൊക്കെ. ഷെഫ് മോൻ ഇതാ ക്രിസ്മസ് തൊപ്പിയൊക്കെ ഇട്ടിട്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ സ്ക്രീൻ റെക്കോർഡ് എടുത്തത് അങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടി. എപ്പോഴും ചോദിക്കുമല്ലോ ഷെഫ് മോൻ്റെ വിശേഷം എന്താണെന്ന്. ഓനക്ക് സുഖമാണ് കേട്ടോ. ഓൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ കാണിക്കണ്ട കേട്ടോ, ഇൻഷാ അല്ലാ. നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറിത യാമിക്കുട്ടി വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയാലോ. യാമിക്കുട്ടി കാലിന്റെ വേദന ഒക്കെ മാറി. രാവിലെ കഴിഞ്ഞപ്പോ ഒരു പേടിയായിരുന്നു അവൾക്ക് നടക്കാന്. ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ യാമിയെ? വണ്ടി എടുത്ത മമ്മിന്റെ കുട്ടി. ആ പോണു യാമിക്കുട്ടി. അങ്ങനെ യാമിക്കുട്ടിനെ ഡിസ്ചാർജ് ആക്കി ഞാൻ ജോലിക്കും കയറി. ഒരു ദിവസത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രം കേട്ടോ. കാല് നന്നായിട്ട് ഇങ്ങനെ അനക്കി കൊടുത്താൽ മതി. നമുക്ക് തന്നെ ഒരു മുറിവുണ്ടായാൽ ഒരു വിങ്ങലല്ലേ കരി അനങ്ങാതെ വെച്ചാൽ, അപ്പോൾ അതിങ്ങനെ അനക്കുമ്പോൾ അത് ക്ലിയർ ആവും. ആ ഒരു പ്രശ്നം തന്നെ ഉള്ളൂ. പിന്നെ ഗുളികയും കറക്റ്റായിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ പനിയും വരില്ല, പനിയുടെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുറേ ദിവസമായി വീട്ടിലത്തെ വീഡിയോകളൊക്കെ എടുത്തിട്ട് അപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.